ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി ആരംഭിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിലും എനിക്കത് എന്താണ് ചാനലിൽ വീഡിയോ ഇടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും ഞാൻ ബോബി സാറിനെ കൂടി, അതായത് ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ബോച്ചെ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൂടി ഒരിക്കൽ ഒരു എറണാകുളത്തൊരു പരിപാടിയിൽ, ശരിക്കും ആ പരിപാടി അദ്ദേഹം അറ്റൻഡ് ചെയ്യേണ്ട പരിപാടിയല്ല, പക്ഷേ നമ്മളൊരു തെറ്റിദ്ധാരണ പുറത്ത് അവിടെ കയറി ചെല്ലുന്നു. അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർ പിടിച്ച് വേദിയിലിരുത്തുന്നു. അപ്പോൾ ആ വേദിയിൽ ശരിക്കും കുറേ യൂട്യൂബേഴ്സ്, വിദേശ രാജ്യങ്ങളിലുള്ള യൂട്യൂബേഴ്സ് അവിടെ വന്ന് അവർ പ്രസൻറ്റ് ചെയ്യായിരുന്നു. എത്രത്തോളം അവർക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നൊരു ചടങ്ങിലാണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ്, അല്ലെങ്കിൽ വലിയ എമൗണ്ട് ഓഫ് ഡോളറാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അന്ന് തുടങ്ങി ഞാനും ആലോചിച്ചു, എന്തുകൊണ്ട് നമുക്കൊരു ചാനൽ, ആ ഉള്ള ചാനൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഫലവത്താക്കിക്കൂടാ. അപ്പോൾ അതിനൊരു പേര് വേണം. അങ്ങനെ ഞാനിങ്ങനെ പലരോടും പേര് ചോദിച്ചപ്പോൾ അന്ന് തന്നെ കൂടി ബോബി സാറിൻ്റെ PA നമ്മുടെ വാര്യർ സാറുണ്ടായിരുന്നു. വാര്യർ സാറിനോട് ഞാൻ ചോദിച്ചു എന്താ ഇടാൻ പറ്റിയ പേര്. അങ്ങനെ എന്നോട് പുള്ളി പറഞ്ഞു ട്രാവൽ വിത്ത് ചാക്കോ. അപ്പോൾ എന്നെ എല്ലാവരും എൻ്റെ പേര് ഷിനിൽ ചാക്കോ എന്നാണെങ്കിലും ഈ ഷിനിൽ എന്നുള്ള പേര് അത് ആരാ ഇട്ടേന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആ പേര് പറയാനായിട്ട് വലിയ പ്രയാസമാണ്. ഷിനിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ പ്രായമായ ആൾക്കാർ എന്താണ് എന്നൊക്കെ വീണ്ടും ചോദിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചാക്കോ എന്ന് പറയും. അങ്ങനെ ട്രാവൽ വിത്ത് ചാക്കോ അത് പേരിട്ടാലാന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് അത് നല്ലൊരു പേരാണെങ്കിലും ഈ നാളെ ഇതൊരു നിക് നെയിമായിട്ട് വീണാല, അത് കാരണം ഞാൻ പതുക്കെ അത് മാറ്റി ട്രിപ്പ് വിത്ത് ഷിനിൽ എന്നുള്ള പേരിലാക്കി. അങ്ങനെ ട്രിപ്പ് വിത്ത് ഷിനിൽ പേരൊക്കെ ഇട്ടു. അത് പെട്ടെന്നാണ് ഒരു ദിവസം എന്താണ് ഡോൾ ഹൗസ്, എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു നമ്മുടെ തൃശ്ശൂർ ഹൈ റോഡിൽ ഒരു അടിപൊളി ഷോപ്പുണ്ട്, നിങ്ങൾ ഒരിക്കലും കാണാത്ത ഷോപ്പാണ്, ചെറിയ ഷോപ്പാണ്, പക്ഷെ അതിനുള്ളിൽ ഉള്ള ഡോൾസിൻ്റെ ഒരു എണ്ണം എന്ന് പറഞ്ഞാൽ 1,00,000 മുകളിൽ ഡോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഹൈ റോഡിൽ പോയി. അങ്ങനെ ഹൈ റോഡിൽ പോയപ്പോഴാണ് ഞാനിങ്ങനെ കേരള ഫാൻസി, നമ്മുടെ ഷബീർക്കടെ കേരള ഫാൻസിയുടെ തൊട്ട് മുമ്പിലായിട്ട് അവരുടെ തന്നെ ഡോൾ ഹൗസ് എന്നുള്ള ആ ഒരു ചെറിയ കട വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഉള്ളിലേക്ക് പോയാൽ പണ്ടത്തെ നമ്മുടെ എന്താണ് FM-ലൊക്കെ ഉണ്ടാകുന്ന പരസ്യമില്ലേ, പുറമേ നിന്ന് നോക്കിയാൽ ചെറുതായിട്ട് തോന്നും, പക്ഷെ ഉള്ളിലേക്ക് ചെന്നാൽ വലിയൊരു ഇതാണെന്ന് പറയും, വലിയൊരു ഷോറൂമാണെന്ന് പറയും. അപ്പോൾ അതുപോലെ വലിയ എന്താണ് വെറൈറ്റി ഓഫ് ഡോൾസ് ഉള്ള ഒരു കടയിലേക്കാണ് കയറി ചെല്ലണം. അപ്പോൾ അത് ശരിക്കും ഡോൾ മേടിക്കാൻ വേണ്ടി പോയതാണെങ്കിലും എൻ്റെ കയ്യിൽ അന്നൊരു മൊബൈലുണ്ട്. അത് എനിക്കൊന്ന് നോക്കിയുടെ തന്നെ ഒരു മൊബൈലാണ്. ആ നോക്കിയുടെ മൊബൈൽ വെച്ചിട്ട് ഞാൻ അന്നൊരു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ ഇരിക്കുന്ന ആ ചേട്ടൻ്റെ വീഡിയോസ് എടുത്തു. ആ ചേട്ടൻ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഷബീർക്ക് പറഞ്ഞു അതിനകത്ത് ആവശ്യമില്ലാത്ത കാരണം കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഷബീർക്ക് പെട്ടെന്ന് കയറി വന്നതാണ്. അങ്ങനെ ഞാൻ ഷബീർക്കിനെ പരിചയപ്പെട്ടപ്പോഴാണ് ഈ കേരള ഫാൻസിയൊക്കെ അറിയാൻ പറ്റിയത്. അങ്ങനെ ഞാൻ 2019 ഒക്ടോബർ 18 എൻ്റെ ആദ്യത്തെ വീഡിയോ ഡോൾ ഹൗസ് വന്നത്. അപ്പോൾ അത് ഞാൻ 2 ആക്കി ഇട്ടു. 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം അതിട്ടു. അത് രണ്ടും എനിക്ക് 1000 മുകളിൽ വ്യൂസ് വന്നു എന്നുള്ളതാണ് രസം. പിന്നീട് ഞാൻ കുറേ വീഡിയോസ് ഇട്ടു. അപ്പോൾ ഞാൻ എല്ലാ ശനിയാഴ്ചകളിലും വീഡിയോ ഇടും. ഞാൻ ആ സമയത്തൊക്കെ ചെമ്മണ്ണൂരാണ് ജോലി ചെയ്യണം. ചെമ്മണ്ണൂർ അവിടുത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഹെഡായിട്ടാണ് ജോലി ചെയ്യണം. ശരിക്കും അവിടുത്തെ ബോബി സാറിൻ്റെ സെക്രട്ടറിയുടെ പണി തന്നെയാണ് എനിക്ക്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹെഡാണെങ്കിലും ബോബി സാറിൻ്റെ പണി തന്നെയാണ്. ബോബി സാറിൻ്റെ ക്യാബിലാണ് ഇരിക്കണം. അങ്ങനെ ബോച്ചൻ്റെ ക്യാബിൽ ആ സമയത്തൊന്നും ബോച്ച ഇത്ര വലിയ ഫേമസ് ബോച്ച അല്ല. ഏകദേശം 2017-18 കാലഘട്ടങ്ങളിൽ ആ ഒരു എന്താണ് ശരിക്കും കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ബോച്ച ഈ ലെവലിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ ആ സമയത്ത് ആഴ്ചകൾ തോറും ശനിയാഴ്ചകളിലൊക്കെ വീഡിയോ ഇടും. പക്ഷേ ശനിയാഴ്ച എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഇപ്പോൾ അപ്കമിങ് യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീക്കെൻഡുകളിലൊക്കെ വീഡിയോ ഇട്ടിട്ട് അത്ര വലിയ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വീക്കെൻഡിൽ ഇടുമ്പോൾ നല്ല അടിപൊളി കണ്ടൻറ്റുകൾ ഇടണം. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ നിറയെ ജോലികളുണ്ട്. രാവിലെ ഏകദേശം ഒരു 8:30 മണിയാകുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് വിട്ടാൽ 9 ആകുമ്പോഴേക്കും ഓഫീസിൽ കയറുന്നു. രാത്രി ബോബി സാറ് ചില സമയത്തൊക്കെ വൈകിയൊക്കെയാണ് വിടുക. അപ്പോൾ നമുക്ക് ചില സമയത്ത് അർദ്ധരാത്രി വരെയൊക്കെ ജോലി ഉണ്ടാകുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ജോലിയും പിന്നെ എൻ്റെ ഒരു ആത്മാർത്ഥത എന്നൊക്കെ പറയണത് ഭയങ്കര സംഭവം. ഞാൻ എന്നെ പൊക്കി പറയണതല്ല, എനിക്ക് അങ്ങനത്തെ ഒരു നേച്ചറുള്ളത് കാരണം കുറച്ച് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സാറ്റർഡേ കണ്ടൻറ്റ് ഇടുമ്പോൾ വലിയ കണ്ടൻറ്റുകളൊന്നും ഇടാറില്ല. പിന്നെ ഞാൻ ചെയ്യാറ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വെള്ളി ശനിയൊക്കെ ലീവ് എടുക്കും.
ഒരു മാസത്തിൽ നമുക്ക് ഇത്ര ലീവുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ലീവുകളൊക്കെ കൂട്ടി വെച്ച് കാഷ്വൽ ലീവുകളും സിക്ക് ലീവുകളൊക്കെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു 2 ദിവസമൊക്കെ ലീവ് എടുത്തിട്ട് പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് അത് വീഡിയോ എടുത്ത് ആ വീഡിയോ ഇടുക. അപ്പോൾ ആദ്യം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗോപ്രോൻ്റെ ക്യാമറയാണ്. ഗോപ്രോ നല്ല അടിപൊളി ക്യാമറയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അതിങ്ങനെ ഇളകില്ല. ആ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം അത് ഭയങ്കര സംഭവമായിരുന്നു. നമ്മൾ ചാടിയാലും ഓടിയാലും ഒക്കെ അതിൻ്റെ കൺസിസ്റ്റൻസി സൂപ്പറായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഗോപ്രോ വെച്ചിട്ട് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് ഗോപ്രോ എൻ്റെ കയ്യിൽ, അതിപ്പോഴും എൻ്റെ ബാഗിലിരിക്കുന്നുണ്ട്. കുറച്ചേ വർക്ക് ചെയ്യുള്ളെങ്കിലും നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സാധനം ഞാൻ ഒരുപാട് യൂസ് ചെയ്ത അടിപൊളി ക്യാമറയാണ് ഗോപ്രോ. അങ്ങനെ ഗോപ്രോ വെച്ചിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗോവ, അങ്ങനെ പല വയനാട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ട് ഞാനങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വീക്കെൻഡുകളിൽ നമ്മൾ ഇടുമ്പോൾ നല്ല കണ്ടൻ്റ് ആണെങ്കിൽ മാത്രമേ കയറുള്ളൂ, അല്ലെങ്കിൽ കയറില്ല. എനിക്ക് തന്നെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആകാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. എനിക്ക് മോണിറ്റൈസേഷൻ വരുന്നത് വളരെ സമയങ്ങൾ കഴിഞ്ഞിട്ടാണ്. ശരിക്കും എനിക്ക് എൻ്റെ ഒരു അറിവിൽ, എൻ്റെ ഇതിൽ എനിക്ക് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 5 പ്രാവശ്യമാണ് ഫണ്ട് കിട്ടിയത്. ഫണ്ട് എന്ന് വെച്ചാൽ $1000 വെച്ചിട്ട് 5 പ്രാവശ്യം കിട്ടി. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി ആണ് ഒരു 2 പ്രാവശ്യം കിട്ടിയേക്കണം. അതിന് മുമ്പ് 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ചെമ്മണ്ണൂരിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് 2022, 2021 കാലഘട്ടങ്ങളിൽ റിസൈൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു എന്തുട്ടാണ് മൺഡേ, വെനസ്ഡേ, സാറ്റർഡേ അങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അതും കഴിഞ്ഞതിന് ശേഷമാണ് ഈ സമയങ്ങളിൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഡെയിലി വീഡിയോസ് ഇപ്പോൾ ഇടാറുണ്ട്. ഇപ്പോൾ ഞാൻ ഷോർട്സാണ് ഏറ്റവും കൂടുതൽ ഇടുന്നത്. എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ അനുഭവത്തിൽ ഷോർട്സാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഷോർട്സാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത്. ഷോർട്സ് ഇട്ടാൽ പെട്ടെന്ന്, ഇപ്പോൾ ഇന്നത്തെ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ തന്നെ കേൾക്കാൻ എത്ര പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഞാൻ അത്രയും സ്ലോ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്സ് ഇട്ടാൽ അത്രയും കാണാനായിട്ട് ആൾക്കാരുണ്ട്. വളരെ ഫാസ്റ്റാണ് ഇന്നത്തെ ആൾക്കാർ, എസ്പെഷ്യലി യൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. പെട്ടെന്ന് അവർ എന്താണ് സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ചെറിയ കണ്ടൻറ്റാക്കി പറയുമ്പോൾ ആ കണ്ടൻറ്റിൻ്റെ അത് പെട്ടെന്ന് അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയും പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ എനിക്ക് തോന്നിയ ഒരു ഫലവത്തായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഞാനിപ്പോൾ ഇന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാറുണ്ട്, ഡെയിലി വീഡിയോ ഇടാറുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ട്രാവൽ ചെയ്യണം. ഒരു ട്രാവൽ വാൻ ലൈഫ്, ഒരു വാൻ്റെ അകത്ത് വീടൊക്കെ സെറ്റ് ചെയ്ത് ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്ത് കുറേ വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ സാധാരണ ഒരു ട്രാവൽ വീഡിയോനേക്കാളുപരി എന്താണ് ഒരു കൾച്ചറൽ അങ്ങനെയുള്ള ഒരു എക്സ്പ്ലോറേഷൻ, അവരുടെ കൾച്ചർ, ലൈഫ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ ഒരു സമൂഹത്തെ കണ്ടെത്തിയാൽ ആ സമൂഹത്തിൻ്റെ കൾച്ചർ, ആ സമൂഹത്തിൻ്റെ ലൈഫ്, അവരുടെ ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ്. അപ്പോൾ അതും ഇൻറ്റീരിയർ പ്ലേസിലേക്ക്. ഇപ്പോൾ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റായിട്ടുള്ള കൺട്രിയാണ്. ഒരുപാട് കൾച്ചർ, ഒരുപാട് ലാംഗ്വേജ്, ഒരുപാട് വെറൈറ്റി ഓഫ് കൾച്ചറുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ഇന്നും പോയിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ട്രാവൽ ബ്ലോഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ട്രാവൽ ബ്ലോഗേഴ്സ് എല്ലാവരും ടൂറിസ്റ്റ് പ്ലേസുകൾ കാണിച്ച് പോകുന്നു എന്നല്ലാണ്ട് അവരാരും ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ പ്ലേസിലേക്ക് പോകുന്നുണ്ടെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരായിരിക്കും പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഇൻറ്റീരിയർ പ്ലേസുകളിലേക്ക് പോകാനായിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എനിക്ക് ഇതേവരെ അതിന് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ഞാൻ ഈ സാധനം തുടങ്ങുമ്പോഴേക്കും ഞാൻ പറയില്ല, എനിക്ക് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫാമിലി ഉണ്ട്, വൈഫുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കണം. പിന്നെ അത് മാത്രമല്ല, ആ സമയത്തൊക്കെ ഒന്നും ഇതുവരെ എൻ്റെ വൈഫോ അല്ലെങ്കിൽ ഫാമിലിയോ ഒന്നും ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് ഇംഗത്തിൽ കൺവിൻസ്ഡ് അല്ല. കാരണം ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണിത്. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ, ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ, അതുപോലെ യൂട്യൂബ് എടുത്ത് നോക്കിയാലൊക്കെ ഒരുപാട് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പിടിച്ചിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവരവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും പോകാം അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം, ട്രാവൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് PhD എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 5 വർഷം ഞാനവിടെ ബ്ലോക്കായി. എനിക്കും വൈഫിനും കിട്ടുന്നൊരു ഇൻകം വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ വൈഫ് ഡിസിഷൻ എടുക്കുകയാണ്, ആൾക്ക് PhD എടുക്കാൻ പോകണമെന്ന് ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ ആ ഡിസിഷൻ എടുത്ത് കഴിയുമ്പോഴേക്കും വൈഫിൻ്റെ ഇൻകം ഇല്ലാണ്ടായി. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ഇൻകം കണ്ടെത്തുക എന്നുള്ള ഭാരം മുഴുവൻ
എൻ്റെ തോളിലായി. അപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും ഞാൻ എൻ്റെ ഈ സ്വപ്നം, എനിക്ക് ഈ ട്രാവൽ ചെയ്യുക, വീഡിയോ ചെയ്യുക എന്നുള്ള ആ ഒരു സ്വപ്നം ഞാൻ വീണ്ടും ഡ്രോപ്പ് ഔട്ടാക്കി. അതിനുശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു വൈഫിൻ്റെത് ഏകദേശം 1 വർഷം കൊണ്ട് കഴിയും. അപ്പോൾ ഞാൻ വീണ്ടും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വാൻ ലൈഫാണ്. വീണ്ടും എനിക്ക് ഇപ്പോൾ ഏകദേശം 42 വയസ്സായി. 1 വർഷം കൂടി കഴിയുമ്പോഴേക്കും 43 വയസ്സാവും. ഇനിയിപ്പോൾ അധികം വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല. 43 വയസ്സെന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ കുറച്ച് വർഷങ്ങളും കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ, ഇന്നത്തെ കാലാവസ്ഥയൊക്കെ, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. മാത്രമല്ല നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക്, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ, അങ്ങനെ എല്ലാവരും വളരെ പൊല്യൂട്ടഡായിട്ട് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് എന്താണ് ദേശങ്ങൾ താണ്ടി യാത്ര ചെയ്യുക, അവരെ കൾച്ചർ പഠിക്കുക, അവരെക്കുറിച്ച് ജീവിക്കുക, അങ്ങനെ ഇന്ത്യയുടെ പ്ലേസിൽ പോവുക, അങ്ങനെ ഇന്ത്യയുടെ ഒരു ആത്മാവിനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയും 1 വർഷം കൂടി ഞാൻ വെയിറ്റ് ചെയ്യണം. ഈ 1 വർഷത്തെ എൻ്റെ ഒരു മാസ്റ്റർ പ്ലാനിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ടുകൾ കണ്ടെത്തി ആ എമൗണ്ട് ഉപയോഗിച്ചൊരു വാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ വാൻ സെറ്റ് ചെയ്തിട്ട് അടുത്ത വലിയ വെക്കേഷൻ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞാൻ എൻ്റെ വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കണം. അപ്പോൾ അതാണിപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നൊരു കാര്യം. അപ്പോഴേക്കും വൈഫിൻ്റെ PhD കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ അദ്ദേഹത്തിന് നമ്മുടെ ജീവിതത്തെ നോക്കാൻ പറ്റും, എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരും വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഐ ഡോണ്ട് നോ. അപ്പോൾ ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കാറില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സെൽഫിഷാണെന്നല്ല, അവരെ വരികയാണെങ്കിൽ ഓക്കെ, അവരെ നിർബന്ധിക്കാറില്ല. അവരെ വിളിച്ച് കയറ്റി കൊണ്ടുപോകുന്ന പരിപാടി എനിക്കില്ല. അവർ വരികയാണെങ്കിൽ അവരെ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫിനെ കുറിച്ചാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടും ചിന്തകളൊക്കെ. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ലൈഫ് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ജസ്റ്റ് ചുരുക്കി പറയുകയാണെങ്കിൽ 2019 ഒക്ടോബർ 18 ഞാൻ ആദ്യത്തെ വീഡിയോ ഇടണം. ഇന്ന് 2025 മെയ് അല്ലേ, മെയ് ആയിക്കൊണ്ടിരിക്കണം. മെയ് 4-ാം തീയതി 5-ാം തീയതി ആയി. അപ്പോൾ ഇത്രയും കാലയളവിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 11,000 സബ്സ്ക്രൈബേഴ്സ്, 11,200 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇത് ഇത്രയും കാലയളവിലാണ് ആയത്. ഇത്രയും കാലയളവിൽ ഞാനധികം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം, സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും ഞാൻ അധികം എൻ്റെ ആദ്യത്തെ വീഡിയോകളിലൊന്നും പറയാറില്ല. പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയാൻ തുടങ്ങിയത് പിന്നെ ലേറ്റർ ഓൺ വീഡിയോസിലാണ്. ഞാൻ അടിയിൽ എഴുതി കാണിക്കുള്ളൂ സബ്സ്ക്രൈബ് എന്നുള്ള, അത് അടിയിൽ എഴുതി കാണിക്കുള്ളൂ സബ്സ്ക്രൈബ്. ശരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ അത് ഞാൻ പിന്നീടുള്ള വീഡിയോസിൻ്റെ അകത്തൊക്കെ ഞാൻ അവസാനം പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോ, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ആദ്യമേ പറയും സബ്സ്ക്രൈബ് എന്ന്. പക്ഷേ ഞാൻ അത് പറയാറില്ല, ഏറ്റവും അവസാനമാണ് പറയാം. ഇഷ്ടമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലാത്തവർക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇന്നെത്തുമ്പോഴേക്കും ഈ 11,200 സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുന്നു. വാച്ച് അവേഴ്സ് ഉണ്ട്, ഷോർട്സ് ഇട്ടാൽ നന്നായിട്ട് കയറുന്നുണ്ട്. മെയിൻ വീഡിയോസ് മാത്രമാണ് അല്പം കയറാണ്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ അപ്കമിങ് യൂട്യൂബേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് കൺസിസ്റ്റൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീക്കിൽ 3 പ്രാവശ്യമെങ്കിലും ഒരു കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 30 സെക്കൻഡിൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ ഷോർട്ട് മതി. അത് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ചായ കുടിക്കുന്നതാകാം, നിങ്ങൾ പുതിയ ജ്യൂസ് കുടിക്കുന്നതാകും, നിങ്ങൾ പുതിയ ഷൂ മേടിച്ചതാകും, നിങ്ങൾ പുതിയ ഷർട്ട് മേടിച്ചതാകും, അതെല്ലാം കണ്ടൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ കണ്ടൻറ്റുകൾ നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ വലിയ ലോങ് വീഡിയോസ് ഒരു 3 ആഴ്ചയിലിടുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഷോർട്സിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എപ്പോഴും യൂട്യൂബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ എടുക്കാൻ ശ്രമിക്കുക. യൂട്യൂബ് ഗാലറിയിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ ഓഡിയോ ഗാലറി ഉണ്ട്, അതിൻ്റെ അകത്ത് നല്ല വീഡിയോ സോങ് എടുക്കുക. യൂട്യൂബിൽ തന്നെ പല ചാനലുണ്ട്, അവരൊക്കെ ഫ്രീ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് ഇടാറുണ്ട്. പക്ഷേ അത് ആദ്യം നമ്മൾ ആ ഫ്രീ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലേറ്റർ ഓൺ അതിന് ഇത് കിട്ടാറുണ്ട്, എന്താണ് ഈ സംഭവം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കാറുണ്ട്. എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിതുപോലെ തന്നെ ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ സോങ്ങുകൾ ഇടാറുണ്ട്. അദ്ദേഹം ഫ്രീ എന്നാണ് പറയുക. അപ്പോൾ ഇത് ഞാൻ ഏകദേശം എൻ്റെ ഒരു 25-30ഓളം വീഡിയോസിന് ഉപയോഗിച്ചു. ആ 30 വീഡിയോസും കിടിലം വീഡിയോസും നല്ല റീച്ചുള്ള വീഡിയോസ് ആയിരുന്നു. പക്ഷേ അതൊക്കെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു. അപ്പോൾ അതിൻ്റെ അന്നുള്ള പൈസയൊക്കെ ഒന്നും കിട്ടാണ്ടായി.
അപ്പോൾ അതൊക്കെ എനിക്ക് പറ്റിയ മണ്ടത്തരമാണ്. അപ്പോൾ ആ മണ്ടത്തരത്തിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച് ഇന്ന് പാഠം ഉൾക്കൊണ്ട് ഞാൻ ആദ്യം യൂട്യൂബിൻ്റെ ഓഡിയോ ഗാലറി തന്നെയാണ് ഉപയോഗിച്ചെങ്കിലും അതിനൊരു പുഷപ്പ് ഇല്ലാത്തൊരു സോങ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അയാളുടെ ഉപയോഗിച്ചത്. പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഓഡിയോ ഗാലറി എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മോഡ് തിരഞ്ഞെടുക്കാം. ആ മോഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഡാർക്കായിട്ടുള്ളത്, ക്ലാസിക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ റോക്കായിട്ടുള്ളത്, ഡാൻസിങ് ആയിട്ടുള്ള, അങ്ങനെ പല സൈസിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ശരിക്കും നല്ല ജിൽ സോങ്ങുകളുണ്ട്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജേണി. അപ്പോൾ നിങ്ങൾ അപ്കമിങ് യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, അവർ എന്തെല്ലാമാണ് യൂട്യൂബിൽ ചെയ്യേണ്ടത്, അതുപോലെ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റിങ്സിൽ മോണിറ്റൈസേഷൻ കറക്റ്റ് ആവുമ്പോൾ അത് യൂട്യൂബ് തന്നെ നമുക്കത് ഓപ്പണാക്കി തരും. അപ്പോൾ അങ്ങനെ ഓപ്പണാക്കി ചെല്ലുമ്പോൾ നമ്മുടെ ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് തുടങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. അതും യൂട്യൂബ് തന്നെ നമുക്കെല്ലാം ചെയ്തു തരും. അത് പക്ഷേ കറക്റ്റായിട്ട് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് മെയിലും കാര്യങ്ങളൊക്കെ വരും. ആ മെയിലിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിങ്സിൽ പോയാൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രൊഫൈല്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഈ യൂട്യൂബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ യൂട്യൂബ് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോസ് കൺവേർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലൈഫ് ജേണി, എൻ്റെ ഒരു യൂട്യൂബ് ജേണി. അപ്പോൾ ഇത് വളരെ എനിക്കിപ്പോൾ ഇന്ന് വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നൊരു ഫീൽഡാണിത്. കുറേ കാര്യങ്ങൾ എടുക്കുക, അതിന് എഡിറ്റ് ചെയ്യുക, അതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അത് ഇടുക. ഒരാൾ കണ്ടാലും ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പോൾ അതിങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതേവരെയുള്ള കുറേ കാര്യങ്ങൾ. ഇനിയും ഇതുപോലത്തെ കുറച്ച് വീഡിയോസും കൂടിയൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.